അനുവേ, അനുസരണക്കേടിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ മലക്കുകളോട് എല്ലാവരോടും അദ്ദേഹത്തിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പിശാജ് പറഞ്ഞു, ഞാനത് ചെയ്യില്ല. അതിന്റെ തരുണിത ഫലം വളരെ വലുതായിരുന്നു. സ്വർഗത്തിൽ വസിച്ചു കൊണ്ടിരുന്ന പിശാജിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പിശാജ് സ്വർഗത്തിൽ നിന്ന് പുറത്തായപ്പോ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ എന്തായാലും എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ, എനിക്കും ഒരു വാസസ്ഥലം വേണം, എനിക്കൊരു വാസസ്ഥലം താ അല്ലാ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിന് നൽകിയ വാസസ്ഥലം ഏതാണെന്നറിയോ? നമ്മുടെ വീട്ടിലെ ഏറ്റവും മ്ലേച്ഛമായ ഒരു സ്ഥലം, അതാണ് നമ്മുടെ ബാത്റൂം അല്ലെ. ബാത്റൂമില് ആൺ പിശാചുക്കളും പെൺ പിശാചുക്കളും ഉണ്ടാവും. ഇവരുടെ ഷെറിനെ തൊട്ട് നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദിക്റ് ചൊല്ലണം. ഉമ്മ, ബാത്റൂമിൽ കേറുമ്പോ എന്തായിരുന്നു ചൊല്ലണ്ടേ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബൈസി. ഇടത് കാലിന് മുന്നിച്ച് കേറിക്കോട്ടോ. ഉമ്മച്ചിക്ക് എങ്ങനെ ഈ ദുആക്ക് ഓർമ്മയില് വരുന്നത്? ഞാനും പഠിച്ചിരിക്കുന്ന മദ്രസയില്, പക്ഷെ എനിക്ക് ഓർമ്മയില് വരുന്നില്ല. അതിനെന്താ ചെയ്യാ? അനുവേ, ഉമ്മച്ചിന്റെ മാതാപിതാക്കൾക്ക് പണ്ട് ഒരു മദ്രസ എഡ്യൂക്കേഷൻ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. അറബിയിൽ എന്നെ പഠിപ്പിച്ചു തരാനോ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനൊന്നും കഴിവില്ലായിരുന്നു. പക്ഷെ അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയോ? ഉമ്മച്ചി മദ്രസിലായാലും സ്കൂളിലായാലും പഠിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഇന്ന് എന്താണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കും. അപ്പോ ഉമ്മച്ചിക്ക് പഠിച്ച ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഉമ്മച്ചിക്കും ഓർമ്മയുണ്ടാവില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഓടിപ്പോയി എൻ്റെ പുസ്തകം എടുത്ത് തുറന്നു നോക്കും. അപ്പൊ പുസ്തകത്തിലുള്ള അറിവുകള് ഞാൻ അപ്പോ ഒന്ന് ജസ്റ്റ് കാണാതെ പഠിച്ചിട്ട് ഓടി വന്ന് വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള അറിവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തലാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഉമ്മച്ചി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ കൺഫ്യൂഷൻസ് വരുമ്പോൾ വീണ്ടും ഓടിപ്പോയി പുസ്തകം തുറന്നു നോക്കും. ഇന്ന് പഠിച്ച ദിക്ർ എന്തായിരുന്നു, അത് ചൊല്ലിയിട്ട് വേണമല്ലോ ഞാൻ ഇന്ന കാര്യം ചെയ്യാനെന്ന് നിങ്ങളെ ഓർമ്മ വരും. അപ്പൊ അന്ന് ഉമ്മച്ചി അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഉമ്മച്ചിക്ക് ജീവിതത്തിൽ എന്തായി, അതങ്ങോട്ട് ആ ചെറിയ പ്രായം മുതലേ ഉമ്മച്ചി പ്രാവർത്തികമാക്കി വന്നു. അതുകൊണ്ട് ഇന്നും അത് മറന്നു പോവാതെ എല്ലാ ദിവസവും ചെയ്യുന്നു. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ പഠിച്ച കാര്യം ആ ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, ആ ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുന്നുണ്ടോ, അതിലാണ് വിജയം. അതിനാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവെ നാഫിയായ ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ് ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഉമ്മ ചെയ്തതുപോലെ ഓടിപ്പോയി ബുക്ക് എടുത്ത് നോക്കാൻ നീ നിൽക്കണ്ട. അതിനേക്കാളും എളുപ്പമുള്ള നല്ലൊരു മാർഗം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഓക്കെ, നീ നിന്റെ മദ്രസ ഡയറി ഓപ്പൺ ചെയ്യ്. അതിന്റെ ബാക്ക് സൈഡില് ദുആകളുണ്ട്. അനുവേ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതുപോലെ ആവശ്യമുള്ള സ്ഥലത്ത് എഴുതി ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് വരുമ്പോൾ പെട്ടെന്ന് അത് നോക്കി ചൊല്ലാം. ഓക്കെ, നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചത് കണ്ടാൽ പെട്ടെന്ന് അത് ചൊല്ലിയിട്ടേ നമ്മൾ അകത്ത് കയറൂ. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴും അതുപോലെ ശുചീകരണത്തിന് ശേഷമുള്ള ദുആയും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ചില അറിവുകൾ കണ്ടു പഠിക്കണം, ചിലത് കേട്ട് പഠിക്കണം, ചിലത് അനുഭവിച്ച് പഠിക്കണം. നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചാൽ മതി. ഇത് ഈ ഒരു ദിക്റിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ എന്ത് ചൊല്ലണം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചൊല്ലണം, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം, ഇതുപോലെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായി ചൊല്ലേണ്ടുന്ന പകർത്തേണ്ടുന്ന ഒരുപാട് ദിക്റുകൾ ഉണ്ടാവില്ലേ? നമുക്ക് കൺഫ്യൂഷനുള്ള എല്ലാ ദിക്റുകളും നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ എഴുതി ഒട്ടിക്കുക. നമ്മുടെ ചുമര് വൃത്തികേടാവുകയോ നാശമാവുകയോ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. അതിനേക്കാൾ നമുക്ക് പ്രാധാന്യം അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കലാണ്, അല്ലേ? അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ചില ടെക്നിക്സ് ഉപയോഗിക്കുക. ഓക്കെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.